ഹായ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് കുവൈറ്റിന്റെ പഴയകാല ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് 1980, 84, 85 കാലഘട്ടങ്ങളിൽ കുവൈറ്റിന്റെ ജീവിതം എന്തായിരുന്നു എന്ന് അവര് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതായത് വഫ്രയിലുള്ള ഖലീഫ ഹെറിറ്റേജ് വില്ലേജ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിവര് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇതായിരുന്നു കുവൈറ്റിന്റെ ഒരു 80 കാലഘട്ടങ്ങളിൽ ഉള്ള ജീവിതം. ഇതായിരുന്നു. നമുക്കിതിൽ കാണാം ചെറിയ ചെറിയ ബക്കാലകളും ചെറിയ ചെറിയ കടകളും ചെറിയ ചെറിയ സ്ഥലങ്ങൾ. ഇതുണ്ട, എല്ലാം ഇങ്ങനെ ഒരു ജീവിതമായിരുന്നു ഇവരുടെ പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, പഴയ സാധനങ്ങൾ, ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും അവരുടെ ഓരോ സാധനങ്ങൾ അവരുടെ പഴയ സാധനങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പഴയ സാധനം കളക്ഷനിൽ ഇതുണ്ട്. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ജീവിതം പണ്ട്. അവിടെ പണ്ടത്തെ ബിൽഡിംഗ് 1984 ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് ആണ് അത് കാണിച്ചിരിക്കുന്നത്. ഇതാണ്. അപ്പൊ ഇങ്ങനെയായിരുന്നു പണ്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകളും ഇവിടെ ഈ ഒരു അന്തരീക്ഷമായിരുന്നു പണ്ട്. ഇതാണ് പണ്ടുണ്ടായിരുന്ന ജീവിത ശൈലികൾ. മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടും പിന്നെ ഇതണ്ട ഒരു കിണർ, അതിൻ്റെ ആ ഒരു എല്ലാം അവരത് വളരെ ഭംഗിയായിട്ട്, കുവൈറ്റിലുള്ള ഒരാൾക്കാരും ഇത് കാണാതെ പോരുതെന്ന് നമുക്ക് പറയാനുള്ളത്. ഇത് കാണാതെ പോകരുത് എന്നുള്ളതാണ്. ഞങ്ങൾ പോയി അവിടെ കണ്ടു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പോയി അവിടെ കണ്ടു. എന്തായിരുന്നു നല്ലൊരു നല്ലൊരു കാഴ്ചക്കുള്ള ഒരു കാര്യങ്ങളുള്ള സ്ഥലമാണിത്. അപ്പം നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഇവിടെ ഒന്ന് പോകണം, കാണണം. ഇത് അവരുടെ ഒരു ദിവാനിയാണ്. അതായത് നമ്മൾ ഓരോ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും അവിടെ ഒരു ചായ പരിപാടികളൊക്കെ ഉള്ള, അവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇതായിരുന്നു പണ്ടത്തെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ഇതായിരുന്നു. അപ്പൊ ഇന്ന് കാണുന്ന ഒരു ജീവിതമായിരുന്നില്ല അവരുടെ പണ്ട് കാലത്ത്. അതിനെ അവര് ഇനി പണ്ട് ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. നമുക്കിതിന്റെ മേളിലേക്ക് ഒന്ന് പോയിട്ട് മൊത്തത്തിലൊന്ന് കാണാം. ഇതിന്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ഒരു ആ ഒരു ചെറിയൊരു വില്ലേജ് പോലെയുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. കണ്ട, അപ്പൊ ഇതിന്റെ അകത്തേക്ക് ഇതായിരുന്നു അവരുടെ ആ ഒരു പഴയകാല ജീവിതം. അവർ നല്ല ഭംഗിയായിട്ട് അത് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു. അടുത്തടുത്ത് വീടുകളും പള്ളിയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അടുത്തടുത്തുള്ള ഒരു ചെറിയൊരു വില്ലേജ്. അതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ മ്യൂസിയങ്ങളുണ്ട്. അവര് പണ്ട് എന്തായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, റേഡിയോ അങ്ങനെയുള്ള സകല സാധനങ്ങളും, ഏറുമാടം അങ്ങനെയുള്ള സകല സംഭവങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ട് നീങ്ങാം, നമുക്കതൊക്കെ കാണാം. പിന്നെ അവര് പണ്ടത്തെ അവരുടെ ഫുഡ് അവരുണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവിടുത്തെ കുബൂസ്, ഇവിടുത്തെ മെയിൻ ഫുഡാണതിരുന്നു. പണ്ട് കാലങ്ങളിൽ ഏറ്റവും മെയിൻ ഫുഡായിരുന്നു കുബൂസ്. അതൊക്കെ ഉണ്ടാക്കുന്ന അടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ചെറിയ ചെറിയ എന്തായിരുന്നു പണ്ട് അവരെങ്ങനെയായിരുന്നു
അത് പിന്നെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നതെന്നും അവരുടെ ചെറിയ ചെറിയ പിന്നെ കടകളും അവിടുത്തെ കാഴ്ചകൾ അതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതൊരു കടയാണ്. കണ്ടോ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് പഴയ ഒരു ഫോണ് ഒക്കെയാണ് അവരുടെ അന്ന് പണ്ടത്തെ കാലങ്ങളിൽ ഉണ്ടായിരുന്ന, നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എവിടെയും ഉണ്ടാക്കി ഉണ്ടായിരുന്ന ഇതാണ്. എന്നാണേലും അവരത്രയും ഭംഗിയായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ ടി വി, ഇതായിരുന്നു അവരുടെ ജീവിതം. ഇവിടെ പിന്നെ തികച്ചും ഫ്രീ ആണ്. ഇവിടെ പൈസയൊന്നുമില്ല ഇത് കയറി കാണുന്നതിന്. എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് കയറി പ്രവേശനം ഫ്രീ ആണ്. ഫാമിലി ആയിട്ട് വന്ന് കാണാം. പിള്ളേർക്ക് ചെറുതായിട്ട് ഇവിടെ കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവർ പണ്ട് കാലത്തെ ജീവിതശൈലി തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും. നല്ല നല്ല കാഴ്ചകളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പണ്ട് അവർ എന്തായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുടെ റീക്രിയേഷൻ ആണിത്. അതായത് അവർ ഒരു ചെറിയൊരു കൊച്ചു മ്യൂസിയം പോലെ നമ്മൾ ഇപ്പോഴത്തെ ഉള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി അവർ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇത് അതായത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന പിള്ളേർക്ക് ഇവിടെ ഇഷ്ടംപോലെ കുവൈറ്റുകളും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് കാണുന്നുണ്ട്. കാരണം പഴയ ജനറേഷൻ അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു കാഴ്ചയായിട്ടും ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ ജീവിതം എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവരവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിച്ച അതേ ഒരു ഫീലിങ്സ് നമുക്ക് പണ്ടത്തെ എന്തായിരുന്നു ജീവിതം എന്ന് നമുക്കറിയാൻ പറ്റില്ലെങ്കിലും അതേ മോഡലിൽ അവരെന്തായിരുന്നു ഇവിടുത്തെ ജീവിതം എന്ന് അറിയിക്കണം. പുതിയ വരുന്ന തലമുറയ്ക്ക് എന്തായിരുന്നു പഴയ ഒരു 10-40 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനും അറിയാനും ഉള്ള ഒരു മ്യൂസിയം ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ പഴയ ജീവിതങ്ങളും അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഒരു മെയിൻ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ ഉള്ളത്. ഇതായിരുന്നു അവർ ഇപ്പം ഒരു പുതിയ തലമുറ ഇവിടെ വരുമ്പോൾ അവർക്കിത് കണ്ട് കഴിയുമ്പോൾ ഇങ്ങനെയാ നമ്മുടെ കാരണവന്മാരൊക്കെ ജീവിച്ചിരുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കുന്ന ഒരു സംഭവം. അതാണ് അവർ വളരെ പ്രാക്ടിക്കലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ഇവിടെ. അപ്പം നമുക്കിവിടെ കാണാൻ വേണ്ടി ഇതിനിങ്ങനെ മൊത്തത്തിൽ ഒന്ന് കണ്ട് നമുക്ക് ഇറങ്ങണി എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്കൊരു 45 മിനിറ്റ്സ് ഇതിൻ്റെ അകത്ത് കാണാനുള്ളൊരു ടൈമുണ്ട്. ഇതിൻ്റെ അകത്തെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടിറങ്ങണമെങ്കിൽ ഒരു 10-45 മിനിറ്റേലും ടൈം എടുക്കും. അത്രയും സമയം നമ്മളിപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ 2 പാർട്ടായിട്ടേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നൊരു പാർട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് ഞാനിത് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതവരുടെ
കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള അടുത്തൊരു വീഡിയോ ഇതിന് പുറകെ വരുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ കണ്ട് ഒന്ന് തീർത്തെത്തണമെങ്കിൽ എന്നാണേലും 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ കാണാനുള്ള ഒരു സ്ഥലമുണ്ട് ഇതിനകത്ത്. അപ്പൊ ആരും മിസ് ചെയ്യരുത്, വരിക, കാണുക. ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇത് പാർട്ട് 1 ഇതും ഇതിന്റെ ഒരു പാർട്ട് 1 ആയിട്ട് ഞാനിപ്പം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ അടുത്ത പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.